السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ വളരെ വലിയ ഒരു പരീക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് ആ വിഷയം അവഗണിച്ച് കളയാനും ആ സ്ത്രീയോട് അള്ളാഹുവിനോട് മാപ്പിരക്കുവാനും ആവശ്യപ്പെട്ട ഭാഗമാണ് 29-ാമത്തെ ആയത്തിലുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن. فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكون من الصاغرين. قال رب السجن أحب إلي مما
تدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാല നിസ്വത്തുൻ, ഒരു ചെറിയ സംഘം സ്ത്രീകൾ പറയുകയുണ്ടായി. നിസ്വത്ത് എന്ന് പറഞ്ഞാൽ ഇമ്രഅത്തിൻ്റെ ജംആണ്. ഒന്നിലധികം വരുന്ന അല്ലെങ്കിൽ മൂന്നിലധികം വരുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടത്തിൻ്റെ ഇസ്മുമാണ് നിസ്വ. നിസ്വ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മറഅത്തിൻ്റെ ജംആണ്, പക്ഷേ എണ്ണത്തിൽ കുറവാണ്. ധാരാളം എണ്ണമുണ്ടെങ്കിൽ നിസ എന്ന് പറയാം. അതാണ് വഖാല നിസ്വത്തുൻ. ഖാലത്ത് നിസ്വത്തുൻ എന്നും പറയാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി, ഭാഷയിലെ ആ കൃത്യമായ പ്രയോഗമാണ്. വഖാല നിസ്വ, വഖാല നിസ്വത്തു ഫിൽ മദീന. ആ മദീനയിലെ, ആ പട്ടണത്തിലെ സ്ത്രീകൾ സംസാരിച്ചു. എന്താണ് അവരുടെ സംസാരം? ഇമ്രഅത്തുൽ അസീസി, രാജാവിൻ്റെ അതല്ലെങ്കിൽ ആ പ്രധാനിയുടെ ഭാര്യ, തുറാവിദു ഫതാഹ, തൻ്റെ വേലക്കാരനെ അല്ലെങ്കിൽ തൻ്റെ ബാല്യക്കാരനെ, തൻ്റെ വീട്ടിലെ ഖാദിമിനെ വശീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. റാവദ യുറാവിദു മുറാവദത്തൻ, വശീകരിക്കുക. തുറാവിദു ഫതാഹ, തൻ്റെ ബാല്യക്കാരനെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. അൻ നഫ്സിഹി ഖദ് ശഗഫഹാ ഹുബ്ബ, ഖദ് ശഗഫഹാ ഹുബ്ബ, ആ വ്യക്തിയോടുള്ള, ആ യുവാവിനോടുള്ള സ്നേഹം അവളെ ഭ്രാന്തിയാക്കിയിരിക്കുന്നു. ഷഗഫ എന്ന് പറഞ്ഞാൽ ഷഗഫ യഷ്ഗഫു ഷഗഫൻ വഷഗഫ. ഷഗഫ എന്ന് പറഞ്ഞാൽ സ്നേഹം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുന്നതിനാണ് ആ വേർഡ് ഉപയോഗിക്കുന്നത്. സ്നേഹം, പ്രണയം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുന്നതിനാണ് ഷഗഫ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഖദ് ശഗഫഹ ഹുബ്ബ, ആ യുവാവിനോടുള്ള അവളുടെ സ്നേഹം ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ പ്രണയം, ഹുബ്ബുൻ ഷദീദ്, കഠിനമായ സ്നേഹം, ഒരാളുടെ വിവേകം നഷ്ടപ്പെടുത്തുന്ന സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം അവൾക്ക് അവനോട് തോന്നിയിരിക്കുന്നു. ഇന്നാ ലനറാഹ, നിശ്ചയമായും നാം അവളെ കാണുന്നത് ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാകുന്നു. ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാകുന്നു നാം അവളെ കാണുന്നത്. അപ്പോൾ ഇവിടെ വഖാല നിസ്വത്തുൻ, അവിടെയുള്ള സ്ത്രീകൾ പറഞ്ഞു എന്നാണ്. പൊതുവെ ഇത്തരം വിഷയങ്ങൾ സ്ത്രീകൾക്കിടയിലാണ് കൂടുതൽ സംസാരമുണ്ടാവുക. അവിടെ ഈ വിഷയം സംസാരിച്ചവരിൽ പുരുഷന്മാരും ഉണ്ടാകാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്ത്രീകളുടെ കാര്യം പ്രത്യേകം പറഞ്ഞത്, ചിലർ സൂചിപ്പിച്ചതുപോലെ പൊതുവെ ഇത്തരമൊരു വിഷയമുണ്ടായാൽ അത് കൂടുതൽ ചർച്ച ചെയ്യുക സ്ത്രീകളാണ്. അതാണ് വഖാല നിസ്വത്തുൻ, ആ സ്ത്രീകൾ സംസാരിച്ചു. അതേ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വിഷയം സ്ത്രീകൾ പ്രത്യേകം സംസാരിക്കാനുള്ള കാരണം അവർക്കതിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അവർ പറഞ്ഞു ഫിൽ മദീന, പട്ടണത്തിലെ ആ നാട്ടിലുള്ള സ്ത്രീകളായിരുന്നു. സംഭവം വളരെ കുറഞ്ഞ ആളുകളായിരുന്നു അറിഞ്ഞിരുന്നതെങ്കിലും നമുക്കറിയാം, കഴിഞ്ഞ ആയത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നുണ്ട്, അഅ്രിദ് അൻ ഹാദ, ഈ വിഷയം ആരോടും പറയരുത്.
അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അത് തീർച്ചയായും ആരോടും പറയില്ല. എന്നാലും ഒരു കൊട്ടാരമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ അത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാകും. അവരുടെ നാവിലൂടെ അവസാനം ആ പട്ടണത്തിൽ അത് വാർത്തയായി. അതാണ് ഫിൽ മദീന. ആ പട്ടണത്തിൽ അത് വാർത്തയായി. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നടന്ന ഒരു കാര്യമാണെങ്കിലും പട്ടണത്തിൽ അത് വാർത്തയായി. അവർ പറഞ്ഞു, തുറാവിദു ഫതാഹ അൻ നഫ്സിഹി, ആ യുവാവിനെ അവൾ വശീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഖദ് ശഗഫഹ ഹുബ്ബ. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യഖൂലു ഖദ് വസല ഹുബ്ബു യൂസുഫ ഇലാ ശഗാഫി ഖൽബിഹാ, അവളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ആ സ്നേഹമെത്തിയിരിക്കുന്നു. ഫദഖല തഹ്തഹു ഹത്ത ഗലബ അലാ ഖൽബിഹാ, അവളുടെ ഹൃദയത്തെ അത് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അവളുടെ ഹൃദയത്തെ അത് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഖദ് ശഗഫഹ ഹുബ്ബ ഐ ഗലബഹ, സ്നേഹം അവളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ, അവളെ നാം വ്യക്തമായ വഴികേടിലാണ് കാണുന്നത്. വഖൗലുഹു ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ വഇന്നമാ കാന ഖീലുഹുന്ന മാ ഖുൽന മിൻ ദാലിക് വതഹദ്ദുസുഹുന്ന ബിമാ തഹദ്ദസ്ന ബിഹി മിൻ ശഅനിഹാ വശഅനി യൂസുഫ മക്റൻ മിൻഹുന്ന ഫീമാ ദുകിറ ലിതുരീഹിന്ന യൂസുഫ്. മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, സ്ത്രീകൾ ഇത് പ്രത്യേകം സംസാരിക്കുകയും അവൾ വ്യക്തമായ വഴികേടിലാണ് എന്നൊക്കെ പറഞ്ഞത് സത്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തന്ത്രമായിരുന്നു. എന്തിനാണത്? അവർക്കുകൂടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒന്ന് കാണണം എന്ന ആഗ്രഹമുണ്ടായി. അവർക്കുകൂടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യം അത്രമാത്രമാണെങ്കിൽ ആ സൗന്ദര്യമൊന്ന് കാണണമെന്ന് അവർക്ക് തോന്നുകയുണ്ടായി. അതുകൊണ്ടാണ് ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ, അഥവാ അവരെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി, പ്രകോപിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ് എന്ന് ചില തഫ്സീറിൽ കാണുന്നു. അതിലേക്ക് സൂചന നൽകുന്ന പ്രയോഗമാണ് അടുത്ത ആയത്തിലുള്ളത്. എന്താണത്? ഫലമ്മാ സമിഅത്, അസീസിൻ്റെ ഭാര്യ ഈ സ്ത്രീകളുടെ സംസാരം കേട്ടപ്പോൾ, സമിഅ എന്ന് പറഞ്ഞാൽ കേൾക്കുക, സമിഅ യസ്മഉ സമഅൻ, ഫലമ്മാ സമിഅത്, അവർ ആ സംഭാഷണം കേട്ടപ്പോൾ, ബിമക്രിഹിന്ന, ആ സ്ത്രീകളുടെ മക്റിനെ സംബന്ധിച്ച്, മക്ർ എന്ന് പറഞ്ഞാൽ തന്ത്രത്തിനാണ് മക്ർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, തന്ത്രത്തിനാണ് മക്ർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ തന്ത്രം ഇവർ കേട്ടപ്പോൾ, ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന, അവരുടെ തന്ത്രം രാജാവിൻ്റെ ഭാര്യ കേട്ടപ്പോൾ, അർസലത് ഇലൈഹിന്ന, അവരിലേക്ക് ആളെ വിട്ടു. അർസല യുർസിലു ഇർസാലൻ, അർസല ഇല എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് അയക്കുക. അർസലത് ഇലൈഹിന്ന, അവരിലേക്ക് അയച്ചു. വഅഅതദത് ലഹുന്ന, അവർക്ക് വേണ്ടി തയ്യാറാക്കി. അഅതദ എന്ന് പറഞ്ഞാൽ അഫ്അലത് മിനൽ അതാദ് വഹുവൽ ഉദ്ദ, ഐ അഅദ്ദത് ലഹുന്ന, അവർക്ക് വേണ്ടി തയ്യാറാക്കി. അഅതദ യുഅതിദു, ഇഅതാദ് എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക. വഅഅതദത് ലഹുന്ന മുത്തകഅൻ, അവർക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കുകയുണ്ടായി. മുത്തക എന്ന് പറഞ്ഞാൽ, ഇത്തക എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക, മുത്തക്കി എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുന്ന ആൾ, മുത്തക എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുന്നത്, സോഫ അതല്ലെങ്കിൽ കസേര എന്ന് പറഞ്ഞാൽ വിരുന്നൊരുക്കി, അതിനുള്ള റൂം ഒരുക്കി. പൊതുവേ രാജകൊട്ടാരത്തിലും മറ്റുമൊക്കെ പ്രത്യേകം ക്ഷണിക്കുന്ന അതിഥികൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള മജ്ലിസ്, സൗകര്യം, ആ മജ്ലിസിനാണ് ഇവിടെ മുത്തക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മജ്ലിസിൽ സ്വാഭാവികമായും ഭക്ഷണമുണ്ടാകും, പാനീയമുണ്ടാകും, അതേപോലെയുള്ള ഫ്രൂട്ട്സുകളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ഫ്രൂട്ട്സുകൾക്കുമൊക്കെ മുത്തക എന്ന വേർഡ് ഉപയോഗിക്കും. സൽക്കാരത്തിന് ആ വേർഡ് ഉപയോഗിക്കും, ഇരിക്കുന്ന സ്ഥലത്തിന് ആ വേർഡ് ഉപയോഗിക്കും, മജ്ലിസിന് ആ വേർഡ് ഉപയോഗിക്കും. അങ്ങനെ വഅഅതദത് ലഹുന്ന മുത്തകഅൻ, അവർക്ക് വേണ്ടി ഒരു സൽക്കാരമൊരുക്കി, അതിലേക്കുള്ള ഭക്ഷണമൊരുക്കി, സ്ത്രീകളെ വിളിക്കാൻ വേണ്ടി പ്രത്യേകം ആളുകളെ പറഞ്ഞയച്ചു. അങ്ങനെ അവർ വന്നു. പരിശുദ്ധ ഖുർആൻ ഓരോ കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട് പറയുന്ന രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്. ഒരു കഥ പറയുകയാണെങ്കിലും ഒരു വിഷയം വിശദീകരിക്കുകയാണെങ്കിലും വളരെ കുറഞ്ഞ പദങ്ങൾ, അനാവശ്യമായ വ്യാഖ്യാനങ്ങളെ വെട്ടിച്ചുരുക്കി ആവശ്യമുള്ളത് മാത്രം പറയുന്ന ശൈലിയാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്.
അതുകൊണ്ട് തന്നെ ഫലമ്മ സമിഅത് ബിമക്രിഹിന്ന, അവരുടെ തന്ത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ അർസലത് ഇലൈഹിന്ന, അവരിലേക്ക് ആളെ അയക്കുകയുണ്ടായി. വ അഅതദത് ലഹുന്ന മുത്തക്കഅൻ, അവർക്ക് വേണ്ടി സൽക്കാരം വിരുന്ന് ഒരുക്കി. അങ്ങനെ അവർ വന്നു. ആ വന്നതിനെക്കുറിച്ചുള്ള പരാമർശമില്ല, മറിച്ച് വ ആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന, ആ വിരുന്ന് വിളിച്ച എല്ലാ സ്ത്രീകളുടെ കൈകളിലും ഒരു സിക്കീന് കൊടുത്തു. സിക്കീൻ എന്ന് പറഞ്ഞാൽ കത്തി. വ ആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന, അവിടെ വന്ന മുഴുവൻ സ്ത്രീകളുടെ കൈകളിലും ഒരു കത്തി കൊടുത്തു. വഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു ആരോട്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയോട്, ഉഖ്റുജ് അലൈഹിൻ, അവർക്കിടയിലൂടെ നീ ഒന്ന് നടക്കുക. ആ മജ്ലിസിലൂടെ, മജ്ലിസിൻ്റെ ഒരറ്റം മുതൽ മജ്ലിസിൻ്റെ തൊട്ടടുത്ത അറ്റം വരെ അവർക്കിടയിലൂടെ നടക്കാൻ വേണ്ടി പറഞ്ഞു. സ്ത്രീകൾ രണ്ടു ഭാഗങ്ങളിലായി ഇരിക്കുന്നുണ്ട്. അവർക്കിടയിലൂടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു. ഉഖ്റുജ് അലൈഹിന്ന, അവരിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു. ഫലമ്മ റഅയ്നഹു, ഫലമ്മ റഅയ്നഹു, അങ്ങനെ ആ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടപ്പോൾ അക്ബർനഹു, അവർക്ക് അത് വളരെ അത്ഭുതകരമായി തോന്നി. അക്ബറ എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ളതായി. തഫ്സീറുകളിൽ കാണാം, ഫലമ്മ റഅയ്ന യൂസുഫ അഅളംനഹു വ അജ്ലൽനഹു, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൗന്ദര്യം കണ്ട് അവർ അത്ഭുതപ്പെടുകയുണ്ടായി എന്നാണ്. അതാണ് അക്ബർനഹു, അവർ അദ്ദേഹത്തെ വലിയതായി കണ്ടു, വലിയ സൗന്ദര്യമുള്ള ആളായി കണ്ടു, അത്ഭുതകരമായ സൗന്ദര്യമുള്ള ആളായി കണ്ടു, മഹത്വമേറിയ ആളായി കണ്ടു. അതാണ് അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന, അവരെല്ലാവരും അവരുടെ കൈകൾ മുറിക്കുകയുണ്ടായി. അപ്പോൾ ഒരാൾക്കല്ല പറ്റിയത്, രണ്ടാൾക്കല്ല പറ്റിയത്. ഖത്തഅ എന്ന് പറഞ്ഞാൽ മുറിക്കുക, യുഖത്തിഉ തഖ്തീഅൻ, വഖത്തഅന ഐദിയഹുന്ന, അവരുടെ കൈകളെയെല്ലാം അവർ മുറിക്കുകയുണ്ടായി. വഖുൽന, എന്നിട്ട് അവർ പറഞ്ഞു ഹാശലില്ലാ ഐ മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം, തൻസീഹിൻ്റെ വാക്കാണ്. ഹാശലില്ലാ, തൻസീഹുല്ലാ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൽ അഭയം തേടുന്ന രൂപത്തിലുള്ള വേർഡാണ്. സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ മആദല്ലാഹ് എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഹാശലില്ലാഹി മാ ഹാദാ ബശറൻ, ഇത് മനുഷ്യനല്ല. അവർ പറയുകയുണ്ടായി ഇത് മനുഷ്യനല്ല, കാരണം മനുഷ്യന്മാർക്ക് ഇത്രയും സൗന്ദര്യമുണ്ടാവുകയില്ല. പിന്നെ ഇതാരാണ്? ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, മാന്യനായ ഒരു മലക്കല്ലാതെ വേറെയൊന്നുമല്ല. അവിടെ ഇൻ ഇല്ല എന്ന ആ ഒരു രൂപത്തിൽ വന്നാൽ മാത്രമെന്നർത്ഥമാണ്, തഅ്കീദിൻ്റെ അർത്ഥമാണ്. ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇതല്ല ഒരു മലക്കല്ലാതെ, മാന്യനായ ഒരു മലക്കല്ലാതെ വേറെയൊന്നുമല്ല, കാരണം ഒരിക്കലും ഇത് മനുഷ്യനല്ല എന്നവർ പറയുകയും അവരുടെ കൈകളെ അവർ മുറിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലമ്മ സമിഅത് ബിമക്രിഹിന്ന, അവരുടെ തന്ത്രത്തെ സംബന്ധിച്ച് രാജാവിൻ്റെ ഭാര്യ കേട്ടപ്പോൾ എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ മക്ർ എന്നാണ് പറഞ്ഞത്, തന്ത്രം. ഇതാണ് നേരത്തെ ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത്. അവരുടെ തന്ത്രം എന്താണ്? സത്യത്തിൽ അവർ പറഞ്ഞതാണ്, അവിടെ നടന്ന ഒരു കാര്യം അവർ പറഞ്ഞതാണ്, അവിടെ സംഭവിച്ച ഒരു സംഭവം പറഞ്ഞതാണ്. ആ സംഭവം പറയുന്നത് എങ്ങനെയാണ് തന്ത്രമായി മാറുക? ഒരു കാര്യം പറയുന്നത് തന്ത്രമായി മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ പറച്ചിൽ കേവലം ആ ഭാര്യയെ സംബന്ധിച്ചുള്ള ഒരു വർത്തമാനം മാത്രമായിരുന്നില്ല, മറിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണണം. കാരണം അദ്ദേഹം കൊട്ടാരത്തിൽ വളരുന്ന ആളാണ്, വലിയ പദവിയുള്ള ആളാണ്, അതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങുന്ന ആളല്ല. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണാനുള്ള അവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്നതിലേക്കത് സൂചന നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു കൊടുക്കാൻ, കാരണം അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുക എന്നുള്ളത് ഒരാളും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തു? ഈ സ്ത്രീ എന്ത് ചെയ്തു? തൻ്റെ കഴിവില്ലായ്മ അല്ലെങ്കിൽ തൻ്റെ ഒഴിവ് കഴിവ് തെളിയിക്കാൻ വേണ്ടി
അവരൊരു തന്ത്രമെടുത്തു. കാരണം ഇന്ന കൈദകുന്ന അദീം, നല്ല തന്ത്രവും ബുദ്ധിശക്തിയും എല്ലാമുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണ് അവരോട് പ്രത്യേകം പറഞ്ഞത് ഇന്ന കൈദകുന്ന അദീം, നിങ്ങളുടെ തന്ത്രം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? അർസലത് ഇലൈഹിന്ന, അവരിലേക്ക് ആളെ വിട്ടു. വ അഅതദത് ലഹുന്ന മുത്തകഅൻ, അവർക്ക് ഒരു സൽക്കാരം ഒരുക്കി. അവിടെ മുത്തക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവർക്കെല്ലാവർക്കും നാരങ്ങ നൽകി, മുറിച്ച് കഴിക്കുന്ന നാരങ്ങ, മാതള നാരങ്ങ നൽകി, ആപ്പിൾ നൽകി എന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മുഫസ്സിരിങ്ങൾ പറഞ്ഞത് എന്തായാലും ശരി, ആ വിഭവങ്ങളിൽ ഒന്ന് കത്തി കൊണ്ട് മുറിച്ച് കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ആയിരുന്നു. ഏതോ ഒരു പഴവർഗ്ഗം, അത് കത്തി കൊണ്ട് മുറിച്ച് കഴിക്കുന്നതായിരുന്നു. അതവർക്ക് നൽകി. അത് മുറിക്കാൻ എല്ലാവർക്കും കത്തിയും നൽകി. അതാണ് വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന വഖാലത്തി ഖുറുജ് അലൈഹിൻ. എന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, അവർക്കിടയിലേക്ക് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ അവർ പോറ്റി വളർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ അനുസരിക്കാതിരിക്കാൻ, ആ വിഷയത്തിൽ അനുസരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് നിർവാഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീ പറഞ്ഞതുപോലെ കേൾക്കുകയും അവർക്കിടയിലൂടെ നടക്കുകയും ചെയ്തു. അങ്ങനെ ഫലമ്മാ റഅയ്നഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ കണ്ടപ്പോൾ അക്ബർനഹു ഐ അഅളംനഹു, വലിയ കാര്യമായി, വലിയ അജബായി അവർക്ക് അത്ഭുതപ്പെട്ടു. അങ്ങനെ വഖത്താന ഐദിയഹുന്ന, അവരെല്ലാവരും അവരുടെ കൈകൾ മുറിച്ചു. വഖുൽന, അവർ പറഞ്ഞു ഹാഷലില്ല മആദല്ലാ, അല്ലാഹുവിൽ ശരണം. ഇവിടെ മആദല്ലാ എന്നുള്ള അർത്ഥമാണ് കൂടുതൽ മുഫസ്സിരിങ്ങളും ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അഭയം നൽകിയിട്ടില്ലെങ്കിൽ ഈ വ്യക്തിയിൽ ആരാണ് ആകർഷിക്കപ്പെടാതിരിക്കുക? അള്ളാഹു സംരക്ഷണം നൽകിയിട്ടില്ലെങ്കിൽ ഈ സൗന്ദര്യത്തിൽ മതിമറന്നു പോകും. അതാണ് ഹാഷലില്ല മആദല്ലാ മാ ഹാദാ ബശറാ, ഇത് മനുഷ്യനല്ല. ഇൻ ഹാദാ ഇല്ല മലക്കുൻ കരീം, മാന്യനായ ഒരു മലക്ക് മാത്രമാകുന്നു, മനുഷ്യനല്ല. അഥവാ സാധാരണ നിലക്ക് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും സൗന്ദര്യമുള്ള രൂപത്തിലാണ് വരിക. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് വന്നപ്പോൾ, ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ള രൂപത്തിലായിരുന്നു വന്നത്. കാരണം മലക്കുകൾ പൊതുവെ അള്ളാഹുവിൻ്റെ ചില നിർദ്ദേശങ്ങളില്ലെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ചില സന്ദർഭങ്ങളിലല്ലാതെ പൊതുവെ മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സൗന്ദര്യമുള്ള രൂപത്തിലാണ് ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ പറഞ്ഞയക്കാറുള്ളത്. അതുകൊണ്ടാണ് പൊതുവേ ഉണ്ടായിരുന്ന ആ ധാരണ വെച്ചാണ് ഇത് മാന്യനായ ഒരു മലക്കാണ് എന്ന് പറഞ്ഞത്. നാമും പലപ്പോഴും അങ്ങനെയാണ് സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ കവികളും അല്ലാത്തവരുമൊക്കെ ഉപയോഗിക്കുന്നത് മലക്കിനെ പോലെയുള്ള സൗന്ദര്യം, ഏഞ്ചലാണ് എന്നൊക്കെയാണ് സൗന്ദര്യമുള്ളവരെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അവരും അങ്ങനെ പറയുകയുണ്ടായി. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടത്, മനുഷ്യകുലത്തിന് നൽകപ്പെട്ട സൗന്ദര്യത്തിൻ്റെ പകുതി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅറാജിൻ്റെ രാത്രിയിൽ, ഇസ്രാ മിഅറാജിൻ്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആകാശത്തെത്തിയപ്പോൾ ഫഫുതിഹ ലനാ ഫഇദാ അന ബിയൂസുഫ്, ഞാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലൂടെ കടന്നു പോവുകയുണ്ടായി. ഇദാ ഹുവ ഖദ് ഉഅതിയ ശത്റൽ ഹുസ്ൻ, ഭംഗിയുടെ പകുതി അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭംഗിയുടെ പകുതി. എന്താണ് ഭംഗിയുടെ പകുതി എന്ന് പറഞ്ഞാൽ? ലോകത്തിലുള്ള കോടാനു കോടി മനുഷ്യന്മാർക്ക് ഭംഗിയെ വീതിച്ചു കൊടുത്താൽ അതിൽ പകുതിയും കോടാനുകോടി മനുഷ്യന്മാർക്ക്, എന്നാൽ അതിൻ്റെ ഒരൊറ്റ പകുതി മുഴുവൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ സൗന്ദര്യത്തിൻ്റെ വലിപ്പം എത്രയായിരിക്കും? ബാക്കിയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഈ പകുതിയിൽ നിന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിൻ്റെ നേർപകുതി. അപ്പോൾ ആ സൗന്ദര്യം എത്രയായിരിക്കും? അതുകൊണ്ടാണ് പറഞ്ഞത് മാഹാദ ബഷറൻ, ഇത് മനുഷ്യനെ അല്ല, ഇൻഹാദ ഇല്ല മലക്കു കരീം, മാന്യനായ ഒരു മലക്കാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇവിടെ
നിസ് ഷത്റൽ ഹുസുൻ, സൗന്ദര്യത്തിൻ്റെ പകുതി എന്നതുകൊണ്ട് വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൗന്ദര്യത്തിൻ്റെ പകുതി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടു. അപ്പോൾ ഏറ്റവും സൗന്ദര്യം ആർക്കായിരുന്നു? നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. കാരണം ഉപ്പയുടെ സൗന്ദര്യമാണ് മക്കളിലേക്ക് വരുന്നത്. ഉപ്പയുടെ സൗന്ദര്യമാണ് മക്കളിലേക്ക് വരുന്നത്. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾക്ക് വിഭജിക്കപ്പെട്ട സൗന്ദര്യം എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൗന്ദര്യമാണ്. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൗന്ദര്യത്തിൻ്റെ പകുതിയും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്കാണ് പോയിട്ടുള്ളത്, ബാക്കി പകുതി മറ്റുള്ള ആളുകളിലേക്കും എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അതേ മുഴുവൻ സൗന്ദര്യവും ലഭിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ധാരാളം ഹദീസുകളുടെ വിശദീകരണത്തിൽ ഉലമാക്കൾ സൂചന പറഞ്ഞിട്ടുള്ളത്. യൂസുഫ് നബിയേക്കാൾ സൗന്ദര്യമാർക്കാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. യൂസുഫ് നബിയേക്കാൾ സൗന്ദര്യമാണ് ആർക്ക്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സൗന്ദര്യത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷെ നബിയുടെ സൗന്ദര്യത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ജമാലിൻ്റെ കൂടെ അപാരമായ ഹൈബത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഹൈത്തലക്ക് എന്ന് പറയാൻ തോന്നി, പക്ഷേ നബിയോട് അങ്ങനെ പറയാൻ ഒരാൾക്കും തോന്നൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ നിലക്കുള്ളൊരു ഹറക്കത്ത്, ആ നിലക്കുള്ളൊരു ചലനം, ആ നിലക്കുള്ളൊരു തെറ്റായ സമീപനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു സ്ത്രീക്കും ധൈര്യമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു ഹൈബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുണ്ടായിരുന്നു. സൗന്ദര്യത്തിൻ്റെ കൂടെ ഗാംഭീര്യവും ഉണ്ടായിരുന്നു ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സൗന്ദര്യം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഒരായത്ത് വിശദീകരിക്കുന്നിടത്തും അല്ലാത്ത സന്ദർഭങ്ങളിലും വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അല്ലാഹു തബാറക വ തആല അഅലം. അങ്ങനെ അവരെല്ലാവരും അവരുടെ കൈകൾ മുറിക്കുകയും ഇതൊരു മലക്കാണ് എന്ന് പറയുകയും ചെയ്തപ്പോൾ അസീസിൻ്റെ ഭാര്യ പറഞ്ഞു, ഖാലത്ത്, അവർ പറഞ്ഞു, ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീ, ഈ വിഷയത്തിലാണ് നിങ്ങൾ എന്നെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ആ സ്ത്രീ ഖദ് ശഗഫഹാ ഹുബ്ബ ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ് എന്നൊക്കെ നിങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞല്ലോ. ഇതാണ് വിഷയം. നിങ്ങളൊക്കെ നിങ്ങളുടെ കൈകൾ മുറിച്ചു. ലാമ യലൂമു ലൗമൻ, ലാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപം പറയുക, ആരോപിക്കുക. ഖാലത്ത്, അവർ പറഞ്ഞു, ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീഹ്, ഈ വിഷയത്തിലാണ് നിങ്ങൾ എനിക്കെതിരിൽ ആരോപണം പറഞ്ഞിട്ടുള്ളത്, എന്നെക്കുറിച്ച് തെറ്റായി നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി, നിശ്ചയമായും ഞാൻ ആ വ്യക്തിയെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കിടയിൽ സത്യം തുറന്നു പറഞ്ഞു. അവരുടെ തോഴിമാർക്കിടയിൽ, അവരുടെ കൂട്ടുകാരികൾക്കിടയിൽ അവർ ആ സത്യം തുറന്നു പറഞ്ഞു. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി, ആ വ്യക്തിയെ വശീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്തഅസമ, പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ നിരസിക്കുകയാണ് ചെയ്തത്. ഇസ്തഅസമ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക. ഇസ്തഅസമ യസ്തഅസിമു ഇസ്തിഅസാമൻ, പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക. അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. ഫസ്തഅസം വലഇൻ ലം യഫ്അൽ മാ ആമുറുഹു, ഞാൻ അവനോട് കൽപ്പിക്കുന്നത് അവൻ ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, വലഇൻ ലം യഫ്അൽ ഫഅല യഫ്അലു ഫിഅലൻ, പ്രവർത്തിക്കുക, ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായിട്ടില്ലെങ്കിൽ, മാ ആമുറുഹു, ഞാൻ അവനോട് കൽപ്പിക്കുന്നത്, അമറ യഅ്മുറു അംറൻ മാ ആമുറുഹു, ഞാൻ അവനോട് പറയുന്നത് പ്രവർത്തിക്കാൻ അവൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ, ലയുസ്ജനന്ന, അവൻ ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും, ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും. വലയകൂന മിനസ്സാഗിരീൻ, അവൻ സ്വാഗിരീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യും. സഗിറ എന്ന് പറഞ്ഞാൽ നിന്ദ്യനാവുക. സഗിറ യസ്ഗറു സഗറൻ വഹുവ സാഗിർ, നിന്ദ്യനാവുക. വലയകൂനൻ മിനസ്സാഗിരീൻ, അവൻ നിന്ദ്യന്മാരിൽ ഉൾപ്പെടും, ഞാൻ അവനെ ജയിലിലടയ്ക്കും.
ഞാൻ പറയുന്നത് ആവശ്യപ്പെടുന്നത് അവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്ന് ആ സ്ത്രീ പറയുകയുണ്ടായി. അവിടെ അവർ വിശദീകരിക്കാൻ ഉദ്ദേശിച്ച പോയിൻ്റ് ഇതാണ്. എന്താണ്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒരൊറ്റ തവണ കണ്ടപ്പോഴേക്ക് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ കൈകൾ മുറിച്ചു. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തെറ്റിപ്പോയി. ഒരൊറ്റ തവണയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ആ ഇറങ്ങി ഒരു നോക്ക് കാണുമ്പോഴേക്ക് സ്വന്തം കൈകൾ ഫ്രൂട്ട്സാണെന്ന് കരുതി മുറിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം നിങ്ങളുടെ ബുദ്ധിയെ അത് മറച്ചു കളഞ്ഞു ആ സൗന്ദര്യം. എന്നിരിക്കെ ഒരു നോക്ക് കണ്ട നിങ്ങളുടെ അവസ്ഥ അതാണെങ്കിൽ എൻ്റെ കൊട്ടാരത്തിൽ സ്ഥിരമായുള്ള ഒരാളോട് എനിക്കങ്ങനെ തോന്നാതിരിക്കുമോ? ശ്രദ്ധിക്കുക, അതാണ് അവരുടെ പോയിൻ്റ്. ഒരു നോക്ക് കാണുമ്പോഴേക്ക് നിങ്ങളുടെ കൈകൾ മുറിച്ചെങ്കിൽ എൻ്റെ കൂടെ കൊട്ടാരത്തിലുള്ള നിരന്തരം ഞാൻ കാണുന്ന ഈ ഒരു സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടനായതിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. അതായിരുന്നു അവരുടെ പോയിൻ്റ്. ഖാലത് ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീ. അതുകൊണ്ട് തന്നെ അവർ തുറന്നു പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് തൻ്റെ അവസ്ഥ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ സ്ത്രീ എന്തു പറഞ്ഞു? വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി. ഞാൻ ആ വ്യക്തിയെ വശീകരിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വശീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറ്റൊരു സൗന്ദര്യം ആര് വ്യക്തമാക്കുകയാണ്? ആ സ്ത്രീ വ്യക്തമാക്കുകയാണ്. ഫസ്തഅസമ, അഥവാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ തിന്മക്ക് കൂട്ടാക്കിയില്ല. അതായിരുന്നു ആദ്യം കണ്ട സൗന്ദര്യത്തേക്കാൾ വലിയ സൗന്ദര്യം ഈ സൗന്ദര്യമാണ്. യൂസുഫ് നബി ശരീരത്തിൻ്റെ ഭംഗി മാത്രമല്ല, ഹൃദയവും അതേപോലെ ഭംഗിയുള്ള ആളാണ് എന്ന് ആ സ്ത്രീ തുറന്ന് പറഞ്ഞു കൊടുക്കണം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശരീര സൗന്ദര്യത്തേക്കാൾ ഇതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. എന്താണത്? ഫസ്തഅസമ. ആ ഹറാമിൽ നിന്ന് വിട്ടുനിന്നു, അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. അതാണ് ഏറ്റവും വലിയ പുരുഷൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ പൗരുഷമെന്ന് പറയുന്നത്, തൻ്റെ ഇടമെന്ന് പറയുന്നത്, സൗന്ദര്യമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ സൗന്ദര്യവും തൻ്റെ ഇടവുമാണ്. ഫസ്തഅസം. ആ തിന്മയിൽ നിന്ന് ആ വ്യക്തി മാറി നിൽക്കുകയാണ് ചെയ്തത്, അതിന് കൂട്ടാക്കിയില്ല. പക്ഷേ വല ഇല്ലം യഫ്അൽ മാ ആമുറുഹു, ഞാൻ കൽപ്പിക്കുന്നത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുന്നില്ലെങ്കിൽ ലയുസ് ജനന്ന, ഞാൻ അവനെ ജയിലിലടയ്ക്കും. വലയകൂനം മിനസ്സാഗിരീൻ, അവൻ നിന്ദ്യന്മാരായ ആളുകളിൽ ഉൾപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധർമ്മത്തിലേക്കുള്ള ക്ഷണം എത്ര ശക്തമായി ഉണ്ടായാലും അതിനെ തടയുകയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദേഹേച്ഛയെ തടഞ്ഞു വെക്കുകയും ചെയ്യലാണ് ഏറ്റവും വലിയ മഹത്വം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത മഹ്ശറിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണൽ നൽകും. മഹ്ശർ 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ശറിൽ തണൽ വളരെ അത്യാവശ്യമുള്ളൊരു ഘട്ടത്തിൽ 7 വിഭാഗം ആളുകൾക്ക് തണൽ ലഭിക്കും. അതിൽ ഒരു വിഭാഗം ആരാണ്? വറജുലുൻ, ഒരു വ്യക്തി. അക്ഷരാർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞത് യൂസുഫ് നബിയെക്കുറിച്ചാണ് എന്ന് പറയാം. കാരണം ദഅതുഹു, ആ വ്യക്തിയെ തിന്മക്ക് വേണ്ടി ക്ഷണിച്ചു. ആരാ ക്ഷണിച്ചത്? ഇംറഅത്തുൻ, ഒരു സ്ത്രീ അങ്ങോട്ട് ക്ഷണിച്ചു. സാധാരണ പുരുഷന്മാരാണ് അത് പ്രകടിപ്പിക്കാറുള്ളത്, എന്നാൽ ഇവിടെ ആ സ്ത്രീ അത് പ്രകടിപ്പിച്ചു. ഇനി എങ്ങനെയുള്ള സ്ത്രീ? ഒരു വേശ്യയല്ല, ഈ കാര്യത്തിനായി നടക്കുന്നൊരു സ്ത്രീയല്ല, മോശക്കാരിയല്ല, ഇനി സാധാരണ തറവാട്ടിലുള്ളതുമല്ല, മറിച്ചു ദാതു മൻസിബിൻ. കാരണം ചില ആളുകൾ ഒരു വേശ്യ സ്ത്രീയാണ് വിളിക്കുന്നതെങ്കിൽ വേണ്ടെന്ന് പറയും. എന്തുകൊണ്ടാണ്? വേറെ പലതും പേടിച്ചിട്ട്. അല്ലെങ്കിൽ ഭംഗിയില്ലാത്തൊരു സ്ത്രീയാണെങ്കിലും ചിലപ്പോൾ ചില ആളുകൾ നിരസിക്കും. എന്താണ്? അവൾ ഭംഗിയില്ല. എന്നാൽ ഇവിടെ ഭംഗിയുള്ള ഒരു സ്ത്രീ, ദാതു മൻസിബിൻ, വലിയ തറവാടിത്തമുള്ളൊരു സ്ത്രീ, വജമാലിൻ, അതേ സന്ദർഭത്തിൽ ഭംഗിയുണ്ട്. ഭംഗിയുള്ള തറവാടിത്തമുള്ള, ഇത് തൊഴിലാക്കാത്ത മാന്യയായ ഒരു സ്ത്രീ ഒരു പുരുഷനോട് ആവശ്യപ്പെട്ടിട്ട് ആ വ്യക്തി എന്താണ് പറയുന്നത്? ഫഖാല
ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, എനിക്ക് പടച്ചറബിനെ പേടിയാണ്, അതുകൊണ്ട് ഈ ഹറാമ് ചെയ്യാൻ ഞാനില്ല എന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നാൽ 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ശറിൽ അള്ളാഹു പ്രത്യേക തണൽ നൽകി അവരെ സംരക്ഷിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അക്ഷരാർത്ഥത്തിൽ എല്ലാ തറവാടിത്തവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് റഹ്മാനായ റബ്ബിനെ പേടിയാണ്. ഫസ്തഅസമ, ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ആ സ്ത്രീ തുറന്നു പറയുകയും ചെയ്തു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയ മഹത്വം ശരീരത്തിൻ്റെ ഭംഗി പോലെ തന്നെയായിരുന്നു. ആ മനസ്സും രണ്ടും ലോകത്തിന് മാതൃകയാണ് എന്ന് ഈ ആയത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം റഹ്മാനായ റബ്ബിനോട് പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, അല്ലാഹുവേ, അസ്സിജ്നു, ജയിൽ എന്നത് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എന്തിനേക്കാൾ? മിമ്മാ യദ്ഊനനി ഇലൈ, ദആ യദ്ഊ ദുആഅൻ, മിമ്മാ യദ്ഊനനി ഇലൈഹി. കൊട്ടാരത്തിലെ ആളുകളും ഈ സ്ത്രീകളുമൊക്കെ എന്തൊന്നിലേക്കാണോ എന്നെ ക്ഷണിക്കുന്നത് അതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ്. വ ഇല്ലാ തസ്രിഫ അന്നി കൈദഹുന്ന, അവരുടെ തന്ത്രം നീ എന്നിൽ നിന്ന് തിരിച്ചുവിടുന്നില്ലെങ്കിൽ, വ ഇല്ലാ തസ്രിഫ അന്നി സറഫ യസ്രിഫു സറഫൻ, തിരിച്ചുവിടുക. വ ഇല്ലാ തസ്രിഫ അന്നി, എന്നിൽ നിന്ന് നീ തിരിച്ചുവിടുന്നില്ലെങ്കിൽ എന്ത്? കൈദഹുന്ന, അവരുടെ തന്ത്രം. അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് ചായ്ഞ്ഞു പോകും. സബിയ യസ്ബ സബൻ വ സബാ, സബിയ എന്ന് പറഞ്ഞാൽ മാല യമീലു, ചായ്വ് കാണിക്കുക. അള്ളാഹുവെ, നീ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് ചായ്ഞ്ഞു പോകും റബ്ബെ. മാത്രമല്ല വ അഖും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ ഉൾപ്പെട്ടു പോകും. അതുകൊണ്ട് റഹ്മാനായ റബ്ബെ, നീ എന്നെ സംരക്ഷിക്കണേ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം റഹ്മാനായ റബ്ബിനോട് തേടുകയാണ്. വലിയൊരു ദുആ. നേരത്തെ ആ സ്ത്രീ ഖാലത്ത് ഹൈതലക് എന്ന് പറഞ്ഞപ്പോൾ ഖാല മആദല്ലാഹ്, മആദല്ലാഹ് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പ്രകോപനം കൂടുതൽ ശക്തമായപ്പോൾ വലിയ ദുആ തന്നെ നടത്തി, വലിയ ദുആ തന്നെ നടത്തി. കാരണം നേരത്തെ ആ സ്ത്രീ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ആരൊക്കെയായി? ഈ സ്ത്രീകൾ മൊത്തം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ സ്ത്രീക്ക് വഴങ്ങാൻ വേണ്ടി പ്രലോഭിപ്പിച്ചു എന്നാണ്. അവർ പല തന്ത്രങ്ങളും മെനഞ്ഞു. കാരണം അവരുടെ കൂട്ടുകാരികളാണ്. സാധാരണ നിലക്ക് തിന്മക്ക് പ്രേരിപ്പിക്കുമ്പോൾ കൂട്ടുകാരുണ്ടാകും, അല്ലെങ്കിൽ കൂട്ടുകാരികളുണ്ടാകും. അവരാണ് തിന്മക്ക് പ്രേരിപ്പിച്ച് ശക്തമായി കൂടെ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു തിന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ പിന്നീട് ഈ സ്ത്രീകളും കൂടി കൂടിയപ്പോൾ പ്രലോഭനം ശക്തമായി. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഡയറക്റ്റ് അവർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ള ആളുകൾ വഴി ആ സ്ത്രീകൾ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തി, ഇങ്ങനൊരു പ്ലാനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തി. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഖാല റബ്ബിസ്സിജ്നു, അല്ലാഹുവേ, ജയിലാണ്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മിമ്മാ യദ്ഊനനി ഇലൈഹി, അവർ എന്തൊരു തിന്മയിലേക്കാണോ എന്നെ ക്ഷണിക്കുന്നത് അതിനേക്കാൾ. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോഴാണ് ജയിൽ ഇഷ്ടം. ഇല്ല എങ്കിൽ ആരെങ്കിലും ജയിൽ ഇഷ്ടപ്പെടുമോ? ആരും ജയിൽ ഇഷ്ടപ്പെടൂല. പക്ഷേ ഇവർ ഈ വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ്. സുബ്ഹാനല്ലാഹ്. ഈമാനിൻ്റെ, ഇഖ്ലാസിൻ്റെ, തഖ്വയുടെ പര്യായ പദം എന്ന് തന്നെ വേണം ഇതിനെക്കുറിച്ച് പറയാൻ. കാരണം വിളിക്കുന്നത് ദുനിയാവിൻ്റെ സുഖങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും വലിയ സുഖമുള്ള വിഷയത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ദുനിയാവിൻ്റേത് പരിഗണിച്ചാൽ ഏറ്റവും വലിയ സുഖമുള്ള വിഷയത്തിലേക്ക്. മാത്രമല്ല അതിനെ നിരസിക്കാതിരിക്കാൻ ന്യായമുണ്ട്. എന്താണ്? ജയിലിൽ പിടിച്ചിടുന്നു പറഞ്ഞതുകൊണ്ടാണെന്ന് പറയാലോ. ആർക്കും ഒരു വേള കുഴപ്പമില്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തിരഞ്ഞെടുക്കുന്നത് ജയിലാകുന്നു.
മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ദുനിയാവിൻ്റെ തുച്ഛമായ ലാഭത്തേക്കാൾ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ നരകം ലഭിക്കുന്ന ഒരു തിന്മ, ആ തിന്മക്ക് ദുനിയാവിൽ എത്ര വലിയ സന്തോഷവും ആഹ്ലാദവും നൽകാൻ കഴിയുന്നതാണെങ്കിലും തൽക്കാലം അതിനേക്കാൾ ഖൈർ ദുനിയാവിലെ ജയിലാണ് എന്ന് വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്ന. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ, ദുനിയാവ് മുഅ്മിനിന് ജയിലാണ്. കല്ലറകൾക്കുള്ളിൽ പോകണമെന്നില്ല, ഇരുമ്പഴികൾക്കുള്ളിൽ പോകണമെന്നില്ല. നിങ്ങൾ അങ്ങാടിയിൽ തുറന്നിട്ട സ്വതന്ത്രരായ അങ്ങാടിയിൽ ആരും ചോദ്യം ചെയ്യാതെ വിലസുന്നവരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു ജയിൽ തീർക്കുന്നതുവരെ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തിന്മയിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കാൻ വേണ്ടി ജയിലിനെ തെരഞ്ഞെടുത്തതുപോലെ സകല ഹറാമുകളിൽ നിന്നും സ്വയം തീർത്ത ഒരു സിജിന് ഒരു മുഅ്മിനിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം. ഞാനൊരു ജയിലിലാണ്, ഹറാമുകളുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും ഒരു ജയിലിലാണ്. അതാണ് അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധിക്ക് ഇതൊന്നും പരിഗണിക്കണ്ട. അവൻ ജയിലിന് പുറത്താണ്, അവൻ ജയിലിന് പുറത്താണ്. ഒരു മുസ്ലിം ജയിലിനകത്താണ്. ആത്മീയമായ ജയിലാണത്, ധാർമ്മികതയുടെ ജയിലാണത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അത് തെരഞ്ഞെടുത്തു. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. നമുക്കറിയാം സൂറത്ത് യൂസുഫിലെ ഓരോ ലഫ്ളുകളും ഗുണപാഠമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവസ്തുതിയും. അവൻ്റെ വേദഗ്രന്ഥത്തിൽ ഒന്നും തന്നെ വൃഥാവിലില്ല. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി. അതിൻ്റെ മുന്നിലൂടെയോ പിറകിലൂടെയോ ബാത്തിലായതൊന്നും ഖുർആനിലില്ല. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയാണ്, വ ഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ, അള്ളാഹുവെ ഇവരുടെ തന്ത്രത്തിൽ നിന്ന് നീ എന്നെ തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ ഇവരിലേക്ക് ചായ്ഞ്ഞു പോകും. വ അകും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ ഉൾപ്പെട്ടു പോകും. ഇതാരാ പറയുന്നത്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാത്ത, അതല്ലെങ്കിൽ ഒരു നബി അല്ലാത്ത സാധാരണക്കാരൻ്റെ പ്രാർത്ഥന എത്ര ശക്തമായിരിക്കണം? ചില ആളുകളുടെ ധാരണ, ഞാൻ ഹറാമൊന്നും ചെയ്യൂല എന്ന്. എനിക്ക് ഹറാമൊന്നും സംഭവിക്കൂല, എനിക്ക് തിന്മയൊന്നും സംഭവിക്കൂല, അല്ലെങ്കിൽ ഇന്നാലിന്ന ആളുകൾക്ക് തെറ്റ് സംഭവിക്കൂല. ഇങ്ങനെ വ്യക്തികളുടെ മേൽ വിശ്വസിക്കുകയും അവർക്ക് ഹറാമുകൾ സംഭവിക്കുന്നില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാത്ത ആളുകൾ. ഒരു ഉദാഹരണത്തിന്, മഹറമില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല. ഇസ്ലാമിലെ നിയമമാണ്. മഹറമില്ലാതെ ഒരു സ്ത്രീ ജമ്മും കസറുമാക്കാവുന്ന ദൂരം മഹറമില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഉംറ, ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങൾക്കും സ്ത്രീകൾ മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. അപ്പോൾ മഹറമില്ലാത്ത ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ടീമിനോട് ഒരു സ്ത്രീ ചോദിച്ചു, അവരെന്നോട് പറഞ്ഞ കാര്യമാണ്, മഹറമില്ലാതെ കൊണ്ടുപോകാൻ പാടില്ലല്ലോ, എന്നിട്ടും നിങ്ങളെന്താണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ അവരതിന് നൽകിയ മറുപടി, സ്വാലിഹീങ്ങളുടെ കൂടെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, ഇന്നെന്ന ആളുകളൊക്കെ സ്വാലിഹീങ്ങളാണ് എന്ന് തെളിയിക്കുന്ന യന്ത്രം അവരുടെ കൈകളിലുള്ളതുപോലെ. ഇന്നെന്ന ആളുകൾക്കൊന്നും തെറ്റുപറ്റൂല, അവരൊക്കെ സ്വാലിഹീങ്ങളാണ്. അങ്ങനെ ആളുകൾ സ്വാലിഹീങ്ങളാണോ അല്ലേ എന്ന് പരിശോധിച്ചു കൊടുക്കുന്ന ഏർപ്പാട് കൂടി ഉള്ള രൂപത്തിലാണ് ആളുകൾ സംസാരിക്കുന്നത്. കസിൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവർ മഹറമുകളല്ല, അവർ കൈ കൊടുക്കാൻ പാടില്ല, അവർ കൂടെ ഇരുന്ന് ബൈക്കിലോ കാറിലോ യാത്ര ചെയ്യാൻ പാടില്ല, അവർ ഒരു റൂമിൽ തനിച്ചാകാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ആ നിയമം ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ. ഞങ്ങളെ മക്കളാണ് അവർ, സഹോദരന്മാരെ പോലെയാണ്. അവരുടെ വിഷയത്തിൽ അത് ബാധകമല്ല. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ് പറയുന്നത്, അല്ലാഹുവേ നീ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ തിന്മയിലേക്ക് ചായ്ഞ്ഞു പോകും. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് ചായ്ഞ്ഞു പോകും റബ്ബേ. വഅകും മിനൽ ജാഹിലീൻ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നിർഭയത്തുണ്ടായില്ല. അതുകൊണ്ടാണ് എനിക്ക് ജയിൽ മതി എന്ന് പറഞ്ഞത്.
എന്നിട്ടാണ് അതല്ലാത്ത ആളുകൾ പറയുന്നത് ഞങ്ങൾ സ്വാലിഹ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇന്നാൾ തഖ്വയുള്ള ആളാണ്, അതുകൊണ്ട് ഇന്ന ആളുകൾക്കൊന്നും തെറ്റുപറ്റുകയില്ല. എങ്ങനെ, എന്തടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും? സാധ്യമല്ല എന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, നബിമാർ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലാത്ത ആളുകൾ ഇസ്ലാം നിയമമാക്കിയ നിയമങ്ങളെ കണിശമായി പാലിക്കുകയും റഹ്മാനായ റബ്ബിനോട് അഭയം തേടുകയും വേണം. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ അവർക്ക് അവരുടെ സ്വന്തത്തിൽ വലിയ വിശ്വാസമാണ്. എന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് ആ തെറ്റ് സംഭവിക്കൂല, അതുകൊണ്ട് ഞാൻ അവിടെ പോയാലും കുഴപ്പമില്ല, എനിക്ക് ആ തെറ്റ് സംഭവിക്കില്ല, ഞാൻ അവരിലേക്ക് ചായൂല. ഇങ്ങനെ സ്വന്തത്തെക്കുറിച്ച് വലിയ വിശ്വാസമുള്ള ആളുകൾ, പക്ഷേ അവർ ആ സ്വന്തത്തിൽ പറഞ്ഞ ധൈര്യം കാണിച്ചുകൊണ്ട് അവർ തിന്മയുടെ സദസ്സുകളിൽ പോവുകയും അവസാനം അവർ അവരുടെ കൂടെ ആയിപ്പോവുകയും ബിദ്അത്തിൻ്റെ, ഖുറാഫാത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, ദൈവനിഷേധത്തിൻ്റെ ആളുകളുടെ കൂടെ പിന്നീട് അവർ മാറിപ്പോവുകയും ചെയ്ത ചരിത്രം എത്രയാണ്, എത്രയെത്ര ആളുകളാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അവരുടെ കൂടെ നടന്നാലും ഞാൻ തൗഹീദൊക്കെ പഠിച്ച ആളാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് നിരീശ്വരവാദികളും അതേപോലെയുള്ള ആളുകളെയും കൂട്ടുകാരായി സ്വീകരിക്കും. പിന്നീട് മെല്ലെ 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 അവരിലേക്ക് ചായ്ഞ്ഞുപോയി അവസാനം അവരുടെ ആദർശം സ്വീകരിക്കും. നമുക്കാർക്കും അങ്ങനെ ഒരു ഗ്യാരണ്ടി നൽകാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക സമയമുള്ള ദുആ എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. വയാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന റബ്ബേ, സർരിഫ് ഖൽബി ഇലാ ത്വാഅതിക്, നിന്നെ അനുസരിക്കുന്നതിലേക്ക് എൻ്റെ ഹൃദയത്തെ നീ തിരിച്ചുവിടണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ആണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവരൊക്കെ ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിനാണ് ഇത് ദുആ ചെയ്യുന്നത്? ഇത് ഞങ്ങളൊക്കെ ചെയ്യേണ്ട ദുആ അല്ലേ? ഒരു നബിയായ അവസാനത്തെ റസൂലായ ഖാത്തമുൽ അംബിയ ആയ സയ്യിദുൽ മുത്തഖീനായ നിങ്ങളെന്തിനാണ് ഇതിന് ദുആ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? ഇന്ന ഉസ്ബുഐനി ഇന്ന ഖുലൂബ ബനി ആദം ബൈന ഉസ്ബുഐനി മിൻ അസാബിഇർ റഹ്മാൻ യുഖല്ലിബുഹാ കൈഫ യശാ. ആദം സന്തതികളുടെ ഹൃദയം റഹ്മാനായ റബ്ബിൻ്റെ 2 വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മാറ്റിമറച്ചേക്കാം. എപ്പോഴാണ് ഹൃദയം മാറിപ്പോകുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് വമായ ഉമുനിനി, എനിക്കെന്ത് നിർഭയത്വം നൽകാനാണ് ആയിഷ, അതുകൊണ്ട് ഞാൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കെ നമുക്കൊക്കെ ആ വിഷയത്തിൽ എന്ത് ധൈര്യമാണുള്ളത്? അതുകൊണ്ട് ഹറാമിൻ്റെ ഭാഗത്തേക്ക് പോവാതിരിക്കുക. എനിക്ക് അങ്ങനൊന്നും പറ്റൂല എന്ന് പറയരുത്. അള്ളാഹു നിഷിദ്ധമാക്കിയ ബൗണ്ടറികളിലേക്ക് പോവാതിരിക്കൂ എന്ന് മാത്രമല്ല, നിരന്തരമായി റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യൂ, പ്രാർത്ഥിക്കണം. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടുപോകും റബ്ബേ എന്ന് റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യണം. ഇൻഷാ അള്ളാഹ് ഈ ആയത്തിൻ്റെ ഒരല്പം കൂടി തഫ്സീറും അതിനുശേഷം അടുത്ത ആയത്തുകളും നമുക്ക് അടുത്ത ദർസിൽ ഇൻഷാ അള്ളാഹ് പഠിച്ചു മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.